ഗരുഡഗംഭീരവും വർണ്ണശബളവുമായ ഘോഷയാത്ര. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ശിവരാത്രി നൈറ്റ് എങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്തു, ഞാനും അമ്മയും ഉണ്ടായിരുന്നു, അങ്ങനെ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. രാവിലെ തൊട്ട് നമ്മൾ ഉറങ്ങാതെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് 11 മണിക്ക് രാത്രി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാതിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. 11 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിനുശേഷം എന്ത് ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് പിന്നെ വെള്ളവും കുപ്പിയൊക്കെ എടുത്ത് വെച്ച് യൂട്യൂബിൽ നമ്മൾ ശിവപുരാണം കഥ ഉണ്ടായിരുന്നു, അങ്ങനെ അത് 1 മണിക്കൂർ കണ്ട്. പിന്നെ ഒരു 12 മണി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ പോയി കാപ്പി ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ഒഴിച്ച് കുടിച്ച് കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടിങ്ങനെ ഉറക്കം വരും. അപ്പോഴത്തേക്ക് ഒരു 12:45 ആയി ഇപ്പം കണ്ട പോലെ. അങ്ങനെ ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ആദ്യത്തെ ഒരു 1 hour ഓക്കെ അങ്ങനെ പോയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ആ സ്റ്റോറി കാണാനായിട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരുവിധം സ്റ്റോറി എൻഡ് ആവാറായി. അങ്ങനെ പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും പക്ഷെ കണ്ടു. നമുക്ക് കഥ അറിയാം, എന്നാലും ഇങ്ങനെ ഫുള്ളായിട്ട് അറിയത്തില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയി. അങ്ങനെ പിന്നെ കുറച്ച് ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും കൂടെ പുറത്ത് പറഞ്ഞാൽ ജസ്റ്റ് പുറത്ത് പോയി ഇരിക്കാനായിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോഴത്തേക്ക് വിശപ്പ് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലേസൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലിസമോൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആളെയും കെട്ടിയിട്ട് മീൻസ് ഞങ്ങൾ കൂട് അതാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിരുന്ന്. ഹലോ ഗൈസ്, അപ്പം അങ്ങനെ 1:30-2 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി എത്ര നേരം ഇങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആക്ച്വലി വിചാരിച്ചതിനപ്പുറം ഇരുന്നിട്ടുണ്ട്. അത് മെയിനായിട്ട് ശിവരാത്രി സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഇന്നിപ്പോൾ ഇരുന്നേക്കുന്നത്. ഇനിയും ഒരു 3-4 മണി വരെ ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇന്നലെ ഞാൻ ഞങ്ങളുടെ യൂട്യൂബിൽ കണ്ടായിരുന്നു ഇങ്ങനെ ഫുൾ ടൈം പറ്റിയില്ലെങ്കിൽ ഒരു 12 to 3 വരെ ഇരിക്കണം, മൂന്നാമത്തെ യാമപൂജ വരെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പം ഞാൻ ശരി നമുക്ക് ഇരുന്ന് നോക്കാം. ഇതിപ്പം വലിയ പ്ലാൻ ആയിട്ടൊന്നല്ലായിരുന്നു, നെക്സ്റ്റ് ഇയർ നമുക്ക് സെറ്റാക്കാം. അതാണ് എൻ്റെ ഒരു നമ്മൾ പറയുന്നുണ്ട്. 3ാമത്തെ യാമപൂജ 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. അപ്പം അത്രയും സമയമെങ്കിലും ഇരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തുവാ പറയണമെന്ന് അറിഞ്ഞില്ല, എന്നാലും അത്രയേ ഉള്ളൂ. നൈസായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നല്ല അങ്ങോട്ട് ഉറക്കം വന്ന്. പക്ഷെ നമ്മൾ കാപ്പിയൊക്കെ കുറിച്ച് സെറ്റാക്കി. കൊള്ളാം ഗൈസ്. ഇങ്ങനെ എത്ര പേര് ഇരുന്നിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേര് ഇതുപോലെ ഇരുന്നിട്ടില്ല എന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ അമ്പലത്തിൽ വിശേഷമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ പടക്കമൊക്കെ കേൾക്കുമായിരുന്നു. അത് ആക്ച്വലി കാണിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ അത് വൃത്തിയായിട്ട് കാണുന്നില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കൊതുവായിരുന്നു. അങ്ങനെ പിന്നെ 2 മണിയായി. 2 മണിയായപ്പോഴും ഞങ്ങൾ പിടിച്ച് നിന്ന് നമ്മൾ 3 മണി വരെ ഇരിക്കാൻ പ്ലാൻ ചെയ്തല്ലോ. ആക്ച്വലി 2-3 കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് സ്നാക്സും എല്ലാവരും ഒക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കാം, സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇതും അടിപൊളിയായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് കളിച്ചും ചിരിച്ചും സംസാരിച്ചും അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് അകത്തോട്ട് കയറാം. പിന്നെ ലിസേനെ അയച്ചു വിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് പോയി കുറേ നേരം ഫോണിൽ നോക്കിയിരുന്നു. ഫോണിൽ നോക്കി കുറേ യൂട്യൂബും അമ്മ ഞാൻ എൻ്റെ ഫോണിലും. അങ്ങനെ ഏകദേശം നമ്മൾ സമയം 3 മണിയാവാറായി. അങ്ങനെ നമ്മുടെ ഇത് എൻ്റെ ആവാറായി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.